ഉണരുവിൻ ലോകമേ, ഒരുങ്ങുവിൻ ജനങ്ങളെ, കാതോർക്കുവിൻ മണിനാദത്തിനായി. ഉണരുവിൻ ലോകമേ, ഒരുങ്ങുവിൻ ജനങ്ങളെ, കാതോർക്കുവിൻ മണിനാദത്തിനായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ ഈ ദിവസം ഇവിടെ കാണാനും. അതോടൊപ്പം കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി ഞങ്ങളെ ഓൺലൈനിൽ മാത്രം കാണുകയും മുഖങ്ങൾ ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാനും പരിധിത്തുണ്ട്. നിങ്ങളെ ഞങ്ങൾ ഭാവനയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കാണാനും ഒക്കെയുള്ളൊരവസരം ദൈവം ഒരുക്കി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളേവരെയും ഇതൊരു ഡിഫറെൻറ്റ് ഫാമിലിയാണ്. സാധാരണ നമുക്കിവിടെ ഒത്തിരി കൂട്ടായ്മകളുണ്ട് ഈ ഭവനത്തിൽ. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ കൂട്ടായ്മയാണ്. കാരണം കഴിഞ്ഞൊരു പ്രത്യേകിച്ച് കൊറോണ കാലത്ത് മുഴുവൻ സമയവും എല്ലാ ശുശ്രൂഷകളുടെയും ഭാഗമാകുകയും അതിനേക്കാൾ ഉപരിയായി ഈ ആലയത്തിലെ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പല രീതിയിൽ ഈ ഭവനത്തിൻ്റെ ശുശ്രൂഷകളെ സഹായിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങളെ നന്ദിയോടെ ഇന്നത്തെ ഈ ശുശ്രൂഷകളിലേക്കെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ആ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയതിനനുസരിച്ചൊരു ഗ്രൂപ്പ് ഓൾറെഡി റെഡിയാക്കി ഞാൻ ഡീറ്റെയിൽസ് ഇട്ടായിരുന്നു. എന്നാലും നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. നമ്മൾ പരിശുദ്ധ കുർബാനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കും. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ടോം കുര്യാക്കോസ് നമ്മുടെ കൂടെയുണ്ട്. ന്യൂസ് 18 വർക്ക് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് റിപ്പോർട്ടറിലും മനോരമയിലും 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സഹോദരനാണ്. അത് 12 മണി മുതൽ 12:45 വരെ ഒരു 15 മിനിറ്റ് എന്നൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം. 1 മണിക്ക് നമ്മൾ ഭക്ഷണത്തിനായിട്ട് പിരിയുന്നതാണ്. തിരിച്ച് 1:30 നമ്മളിവിടെ വരും. പിന്നീടുള്ള സമയം നമ്മുടെ ഒരു ഇൻറ്ററാക്ഷനും നമ്മുടെ ഒരുപക്ഷെ കാരിസ്മയോട് ചേർന്ന് നിങ്ങൾ കിട്ടിയ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു 3 മണിക്ക് നമ്മൾ കരുണയുടെ ആരാധനയിൽ ഓൺലൈനിൽ മാത്രം പങ്കുചേരുന്ന ആരാധനയിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് നമ്മൾ പങ്കുചേരും. അതിനുശേഷം ഞങ്ങളുടെ വൈദികരുടെ എല്ലാവരുടെയും കൈവപ്പ് പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കും. തുടർന്നൊരു ഫോട്ടോ സെഷനോടുകൂടി നമ്മൾ ചായയ്ക്ക് പിരിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ ക്രമീകരണം. നമ്മുടെ ഒരു ആദ്യത്തെ സംരംഭമാണ്. കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. കൊറോണ കഴിഞ്ഞ കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേക ശുശ്രൂഷകളുടെ തിരക്കും പിന്നെ വൈദികർ എല്ലാവരും ഒരുമിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ഡിലേ ആയി പോയതാണ്. പക്ഷേ തമ്പുരാൻ ഒരുക്കിയ ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ കാണുകയാണ്. പ്രത്യേകം ഈ അവസരത്തിൽ ഈ ഭവനത്തിൻ്റെ സുപ്പീരിയർ അച്ഛനായ കാര്യച്ചൻ്റെ പേരിലും മറ്റെല്ലാ വൈദികരുടെ പേരിലും ഈ ഭവനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ അച്ഛനായ മഞ്ഞാക്കലച്ഛൻ്റെ പേരിലും നിങ്ങളേവരെയും ഹാർദവമായിട്ട് ഈ ദിവസത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ലാലുവച്ചനാണ്. കുർബാന മധ്യയുള്ള സന്ദേശം തരുന്നത് ബഹുമാനപ്പെട്ട കാര്യച്ചനാണ്, ഭവനത്തിലെ സുപ്പീരിയർ അച്ഛനാണ്. അപ്പുറത്തുള്ള നമ്മുടെ MSFS തന്നെ വൈദികരാണ്, ബഹുമാനപ്പെട്ട ജോണച്ചൻ, വർഗീസ് അച്ഛൻ. രണ്ടുപേരും ഞങ്ങളുടെ തന്നെ നോർത്ത് ഈസ്റ്റ് പ്രൊവിൻസിൽ നിന്നുള്ള വൈദികരാണ്. ഏതാനും നാളുകൾ ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷകൾ ചെയ്യാൻ സന്തോഷത്തോടെ കടന്നു വന്ന വൈദികരാണ്. ഇവരെല്ലാവരെയും പ്രത്യേകമായി ഈ വിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറുക എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിച്ച് നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ച് നമ്മളെ സ്വന്തമാക്കിയ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറും. ഓരോ പരിശുദ്ധ കുർബാനയും ഇത് തന്നെ. നമ്മൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറും. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാന. അത് പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ
ഈ ഒരു സ്നേഹത്തിലൊക്കെ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാനുഷികമായ ബലഹീനതകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. യഥാർത്ഥ അനുതാപത്തോടെ കർത്താവിനെ അന്വേഷിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. യഥാർത്ഥ അനുതാപത്തോടെ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ വീണ്ടും നിന്റെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേകശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിധി ഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ.
ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവർത്തികൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നെഹമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ ജനം നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹമിയായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുര വീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവൻ ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ നിയമം അവികലമാണ്. അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്. അത് കണ്ണുകൾ പ്രകാശിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവഭക്തി നിർമ്മലമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു.
കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാമെന്ന് വരുമോ? ശരീരം ഒന്ന്, ഒരു കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നതെങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നെങ്കിൽ ഗ്രഹണം സാധ്യമാകുന്നതെങ്ങനെ? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടി ഒരവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണുള്ളത്. കണ്ണിന് കൈയോട് എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്ന്, തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെക്കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല. നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായി വരുന്നത്. മാന്യങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു. അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ അവയവങ്ങൾക്ക് പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർദ്ധിക്കേണ്ടതിന് തന്നെ. ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പോസ്തലരോ, എല്ലാവരും പ്രവാചകരോ, എല്ലാവരും പ്രബോധകരോ, എല്ലാവരും അത്ഭുത പ്രവർത്തകരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ടോ? എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലുയ്യ, അല്ലേലുയ്യ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ബന്ധിതരെ മോചിപ്പിക്കാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അല്ലേലുയ്യ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗം, 4 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളും. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി.
അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കിരിക്കാം. വിജയലക്ഷൻ സൂചിപ്പിച്ച പോലെ ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എനിക്ക് പട്ടം തന്ന് വിരുത്തക്കുളങ്ങര പിതാവിനെ കാണുമ്പോഴൊക്കെ ഞാൻ ഓടിച്ചെന്ന് പറയായിരുന്നു: പിതാവാണ് എനിക്ക് പട്ടം തന്നത് കേട്ടോ. 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പം പിതാവ് പറഞ്ഞു, ഞാനതിനി എനിക്ക് കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം മറക്കത്തില്ല, ഇനി വീണ്ടും വീണ്ടും പറയണ്ടെന്ന്. നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നവരോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടാകും. എന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്നേഹം, ഒരടുപ്പം. എന്ന് പറഞ്ഞ പോലെ കാരിസ്വാനിൽ നിന്നും ഒരുപാട് നന്മകൾ സ്വീകരിച്ചവരായിരിക്കാം നിങ്ങൾ. ഇല്ലെങ്കിൽ തന്നെ നിങ്ങളിൽ നിന്ന് ഒരുപാട് നന്മകൾ കാരിസ്വാൻ സ്വീകരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രഭാഷകൻ 16:6 നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 16:6. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രാർത്ഥനക്കാർ സംഘം ചേർന്നാൽ. ശരിക്കും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇതൊരു പ്രാർത്ഥനക്കാരുടെ സംഘമാണ്, വിശ്വാസികളുടെ ഒരുമിച്ച് കൂടലാണ്, വചന ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഒന്നിച്ചു വരവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ കൂട്ടായ്മയ്ക്കുണ്ട് എന്ന് നമുക്ക് അറിയാം. ബൈബിളിൽ നമ്മൾ ചില മനോഹരമായ കോമ്പിനേഷൻ കാണുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ ധ്യാനം മുതൽ കേൾക്കാറുള്ളതാണ് ലൂക്ക 2:52. യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ക്രിസ്ത്യൻ ധ്യാനം തുടങ്ങി മരിക്കുന്നിടം വരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കോമ്പിനേഷൻ ഒന്ന് ശരിയാകുക. ആയിക്കഴിഞ്ഞാൽ വലിയ നേട്ടമാണ്. കണ്ണടയ്ക്കും മുമ്പ് ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയിരിക്കും. പ്രായത്തിൽ എന്ന പോലെ ജ്ഞാനത്തിൽ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ശരിക്കും നമ്മൾ നല്ല മനുഷ്യരായി മാറിയാൽ ദൈവത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ മാറും. ഒരാൾ വേണേ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ പ്രാർത്ഥനയാണ്, പക്ഷെ ഒറ്റയെണ്ണത്തിന് അവരെ കണ്ണിന് കണ്ടുകൂടാ. അതെന്നാ കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഈ കോമ്പിനേഷനാണ് ശരിയാകേണ്ടത്. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇതുപോലെ നമുക്ക് കാണാവുന്ന മറ്റൊരു മനോഹരമായ ഒരു കോമ്പിനേഷൻ, അത് സഭാപ്രസംഗൻ 4-ാം അധ്യായത്തിലെ 9 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ദമ്പതിമാരുമായിട്ട് വളരെ കണക്ഷനുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അവരെ സാത്താന് കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്.
രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ അത്ര എളുപ്പമാകില്ല. ഒറ്റയ്ക്ക് കിടന്നാൽ ചൂട് കിട്ടത്തില്ല. രണ്ടുപേര് ചേർന്ന് കിടന്നാൽ ചൂട് കിട്ടും. എന്നിട്ട് 12-ാമത്തെ വചനം പറയാണ്, മുപ്പിരിച്ചരട് അത്ര വേഗത്തിൽ പൊട്ടത്തില്ല. നമുക്കറിയാലോ എന്താണ് ഈ മുപ്പിരിച്ചരട്. ഭാര്യയും കർത്താവും ചേരുന്നതാണ് മുപ്പിരിച്ചരട്. ഇനി അത് വളരെ ശക്തമാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാവുന്നൊരു മനോഹരമായൊരു കോമ്പിനേഷനാണ് നമ്മുടെ കോമ്പിനേഷൻ. ഈ കൂട്ടായ്മയിൽ നമ്മൾ കാണുന്നത് വചനപ്രഘോഷകരായിട്ടുള്ളവരുണ്ട്, വചനപ്രഘോഷണത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ. നിങ്ങളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ വചനപ്രഘോഷണത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഞാനോ നിങ്ങളോ ഒറ്റയ്ക്ക് നിന്നാൽ നടക്കാത്ത പലതും നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ ഒന്നിച്ച് കൈകോർത്തപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ. കരിസ്വാനെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ പ്രോഗ്രാം വന്നപ്പോൾ ഉണ്ടായൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ, ഞങ്ങൾ പോയിട്ടില്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഒരാത്മീയ ബന്ധമുണ്ടായി. പല രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായിട്ട് ഒരാത്മീയ ബന്ധമുണ്ടായി. അവർക്ക് ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല കാരിസ്വാനിൽ ഒരിക്കൽ വരും, ഇവിടെ വന്നൊരു ധ്യാനത്തിൽ സംബന്ധിക്കും. പക്ഷെ ആത്മീയ ബന്ധമുണ്ടായി. ഇനി അതിന് നമ്മൾ ഒന്നിച്ച് കൈകോർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒറ്റയ്ക്ക് നിന്നാൽ നടക്കാത്ത കാര്യം ഒന്നിച്ച് നിന്നാൽ നടക്കും. ഇന്നത്തെ 2-ാം വായന കൃത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം സമൂഹ ജീവിതം നയിച്ച ദൈവമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ദൈവം പക്ഷെ 3 ആളുകൾ, സമൂഹം. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു സമൂഹ ജീവിതത്തിൽ. ചിലരെ കാണാൻ സാധിക്കും ഒറ്റയാനായിട്ട് ജീവിക്കുന്നവർ. അവർ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനും പോകുന്നില്ല, കാര്യമായിട്ട് കൺട്രിബ്യൂട്ട് ചെയ്യാനും പോകുന്നില്ല, മാത്രമല്ല അവർ അപകടകാരികളായി മാറും. പക്ഷെ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. മത്തായി 18:19 നിങ്ങൾ പരിചയമില്ലാത്ത ആരും ഉണ്ടാകത്തില്ല. നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. മത്തായി 25-ലാണ് നമ്മൾ താലന്തിൻ്റെ ഉപമ, അന്ത്യവിധി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. താലന്തിൻ്റെ ഉപമ നമുക്കറിയാമല്ലോ. ഒരാൾക്ക് വേണമെങ്കിൽ 1 താലന്ത്, മറ്റൊരാൾക്ക് 3 താലന്ത്, ഒരാൾക്ക് 5, ഒരാൾക്ക് 10, അങ്ങനെ വ്യത്യസ്ത അളവിലായിരിക്കാം. 1 താലന്ത് കിട്ടിയ ആൾ 1 താലന്തൂടെ ഉണ്ടാക്കിയാൽ ഓക്കെ, കർത്താവിൻ്റെ കണ്ണുകളിൽ നീതീകരിക്കപ്പെട്ടു. 3 താലന്ത് കിട്ടിയ ആൾ 2 താലന്തൂടെ ഉണ്ടാക്കിയ പോരാ നീതീകരിക്കപ്പെടാൻ. 5 താലന്ത് കിട്ടിയ വ്യക്തി 4 താലന്തൂടെ ഉണ്ടാക്കിയ പോരാ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നീതീകരിക്കപ്പെടാൻ. അതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരേ താലന്ത് ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് ഉള്ള താലന്ത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സുവിശേഷ വേല ചെയ്തതിൻ്റെ വെളിച്ചത്തിലും ഇനി കൂടുതൽ സുവിശേഷ വേല ചെയ്യാമെന്നുള്ളതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 1 കൊറിന്തോസ് 9:16 പരിചയമില്ലാത്ത ആരും ഉണ്ടാവണമെന്നില്ല. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കതിന് അഹങ്കരിക്കാൻ വകയില്ല. വലിയ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തിയ അവസാനം അഹങ്കാരത്തിലേക്ക് നിവദിച്ചെങ്കിൽ അതിനേക്കാൾ ഭേദം ഇതിനൊന്നും പോകാതിരിക്കുന്ന. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കഴിവ് കുറഞ്ഞ വ്യക്തി മുതൽ ഏറ്റവും കഴിവുള്ള വ്യക്തിക്ക് വരെ സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും, സുവിശേഷ വേല ചെയ്യാൻ പറ്റും, ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ വചനം പറയാണ് നിനക്ക് ദുരിതം. പറയുന്നുണ്ട് നമുക്ക് ഏതെല്ലാം വിധത്തിൽ, അതിപ്പം 5 വിധത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ 5 വിധത്തിലും ചെയ്യണം. അതാണ്
5 താലന്തുകാര് 5 കൂടെ ഉണ്ടാക്കിയതിന് സദൃശം. ഏതെല്ലാം വിധത്തിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് വേണമെങ്കിൽ വാമൊഴിയ ഞങ്ങളിപ്പം പ്രസംഗിക്കുന്നത് പോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പ്രസംഗിക്കാം. അതിനുള്ള ഒരു കൃപ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ കണ്ടല്ലോ സുവിശേഷ ഭാഗത്ത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അഭിഷേകമുള്ള വ്യക്തി. മെസ്സായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ. യേശു മെസ്സായ. വിളിച്ചു പറഞ്ഞൊരു കാര്യം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവിൻ്റെ ആ ഒരു മിഷൻ മിനിസ്ട്രി, അതിൻ്റെ ഒരു 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. സദ്വാർത്ത പ്രഘോഷിക്കുക, അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഇതെല്ലാം വന്നോളും. ഇതിനെല്ലാം വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ അഭിഷേകം ഉണ്ടായാൽ മതി. യെശയ്യാ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, യെശയ്യായ്ക്ക് ഒരു സ്വർഗീയ ദർശനം. അങ്ങനെ സ്വർഗം കണ്ട, ദൈവത്തെ കണ്ട യെശയ്യ അവിടെ വിളിച്ചു പറയുന്നത് കാണാൻ സാധിക്കും, അയ്യോ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണ്. സെറാഫുകളിലൊന്ന് അവനെ വിശുദ്ധീകരിക്കുന്നത് കാണാൻ പറ്റും, ഒരു തീക്കട്ട കൊണ്ട്. അതിനുശേഷം കർത്താവ് ചോദിക്കുന്നുണ്ട്, ആരെ ഞാൻ അയക്കും? എന്താ യെശയ്യാ പറഞ്ഞ്? ഹീറാമായി, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. നമുക്ക് എന്തെങ്കിലും സുവിശേഷ വേലയ്ക്ക് അവസരം വരുമ്പോൾ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒയ്യോ എനിക്ക് അതിനൊക്കെയുള്ള യോഗ്യതയുണ്ടോ, അങ്ങനെയെല്ലാം പറഞ്ഞ് പിന്മാറുന്ന വ്യക്തികൾ, എനിക്ക് എന്തേരം കാര്യങ്ങളാണ് എൻ്റെ വീട്ടിലുള്ളത്. യെശയ്യായ്ക്ക് ഒരു പണിയില്ലഞ്ഞിട്ടായിരുന്നു. അല്ലല്ല, യെശയ്യ വിശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം. പറയുണ്ടേ, സുവിശേഷ വേല ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വിശുദ്ധീകരണം, ഈ അഭിഷേകം, അത് നമ്മൾ ഏറ്റെടുക്കണം. അത് കിട്ടിയാൽ ഏറ്റവും ശക്തമായ ഒരു രീതിയുണ്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു രീതി, അതാണ് ജീവിത സാക്ഷ്യം. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം, ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന പോലെ മൈക്കിൽ കൂടെ പ്രസംഗിക്കുന്നതാണ് നല്ല ഒച്ചത്തിൽ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറ്റിയ, അതാണ് ഏറ്റവും വലിയ പ്രഘോഷണം. അല്ല, ജീവിത സാക്ഷ്യം. എനിക്കറിയാം, ഒരു മനുഷ്യൻ വൈദികനാകാൻ ചിന്തിച്ചത്, ആ മനുഷ്യൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അവരുടെ പള്ളിയിലെ വികാരിയച്ഛൻ വലിയ വെടിക്കെട്ട് പ്രസംഗിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല, പാട്ടുപാടാൻ കഴിവുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ വികാരിയച്ഛൻ്റെ കറതീർന്ന ജീവിതം, ക്രിസ്തീയ ജീവിതം, വിശുദ്ധ ജീവിതം, ആ ചെറുപ്പക്കാരനെ അത് സ്പർശിച്ചു. പുള്ളി വൈദികനായി മാറി. പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, നിൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം മാതാപിതാക്കളുടെ ജീവിതമാണ്, ജീവിത സാക്ഷ്യം. അതുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. രണ്ടാമതൊരു രീതിയിൽ നമുക്ക് വചനം പ്രഘോഷിക്കാൻ പറ്റും. നിങ്ങൾ ലൂക്ക 20-ാം അധ്യായം വായിച്ചാൽ അവിടെ യേശു ചെയ്തൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ മിഷൻ മിനിസ്ട്രി എന്ന് പറയുന്നത് യേശുവിൻ്റെ മിഷനും മിനിസ്ട്രിയും തുടരുക എന്നുള്ളതാണ്. യേശു ചെയ്തൊരു കാര്യം, അവൻ പ്രസംഗിച്ചു, അവൻ പഠിപ്പിച്ചു. ഈ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ട അഭിഷേകം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം, അതാണ് മത്തായി 9:38 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വിളവധികം വേലക്കാരോ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു വലിയ സുവിശേഷ വേലയാണ്. പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ ഇവിടെ ഞങ്ങൾക്കറിയാം, കാരിസ്വാനിൽ ഞങ്ങൾ കുറച്ച് പേര് ക്ലാസ് എടുക്കുകയും അങ്ങനെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ വ്യാപരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ മധ്യസ്ഥ പ്രാർത്ഥനയിലിരിക്കുന്നു. ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ പ്രയർ ഗ്രൂപ്പിലിരുന്നോ ഒക്കെ അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ കാരിസ്വാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്.
ഈ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് വളർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ അതാണ് എന്നെനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നാലാമതൊരു കാര്യം, നമ്മുടെ സുവിശേഷ വേല. നമുക്ക് ഈ കാരിസോനോട് ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ സുവിശേഷ വേല അത് നമ്മൾ അവർക്ക് മാസാമാസം ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നതല്ല. അത് വളരെ കുറച്ച് പേരേ ഉള്ളു. ബാക്കിയുള്ളവർ നിസ്വാർത്ഥമായിട്ട് ഒരു ശമ്പളം പറ്റാതെ അവർ ശുശ്രൂഷ ചെയ്യുന്നവർ. പ്രിയപ്പെട്ടവർ, അത് വലിയ ഒരു സുവിശേഷ വേലയാണ്, ദൈവരാജ്യം വളർത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവസാനത്തെ 5ാമത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. കാരിസോനിൽ ചെറിയൊരു തുടക്കം, അത് ഇന്ന് ഒരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ സംഭാവനകൾ നൽകിയ പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇനി അത് മൂലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, നമ്മൾ കരങ്ങൾ കോർത്തിണക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയ കാര്യം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും എന്നെക്കൊണ്ട് തോന്നുമ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം നമുക്ക് പണിതുയർത്താൻ പറ്റത്തില്ല. ദൈവരാജ്യം വളരേണ്ടതുപോലെ വളരണമെന്നില്ല. നമ്മൾ ഈ നാളുകളിലൊക്കെ ചെയ്തത് കരങ്ങൾ കോർത്ത് നമ്മൾ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ലൂക്ക 8 എൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ഓടി നടന്ന് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവനോട് ചേർന്ന് നിന്ന ശിഷ്യന്മാർ. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2ാമത്തെ വചനം വായിക്കുമ്പോൾ മഗ്ദലന മറിയം, അവിടെ ഒരു പ്രത്യേകത, 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്ന് ഒഴിപ്പിച്ചതാണ്. 7 അശുദ്ധാത്മാക്കൾ. 7 എന്ന് പറഞ്ഞ ഒരു പൂർണ്ണതയുടെ നമ്പരാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നന്മയെന്ന് പറയുന്നത് തൊട്ട് തേച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിട്ട് മഗ്ദലന മറിയത്തെ കാണാൻ പറ്റും. പക്ഷെ അവൾ അനുദപിച്ചു. എന്താ സംഭവിച്ചേ? അവളുടെ ഇന്നലകൾ കർത്താവ് പൂർണ്ണമായിട്ട് മറന്നു. അല്ലേ പിന്നെ ആദ്യമായിട്ട് കർത്താവ് ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് ആർക്കായിരുന്നു? മഗ്ദലന മറിയത്തിന്. ഒരിക്കലെങ്കിലും പത്രോസിനോടോ അല്ലെ അരിമശിഷ്യൻ യോഹന്നാനോടോ പറഞ്ഞോ അവളെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, എന്നാൽ അവളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാമല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം മറക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥപ്പെട്ടോ നിരാശപ്പെട്ടോ ഇരിക്കാതെ കണ്ട് ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. തുടർന്ന് ഈ വചനഭാഗം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതാനും സ്ത്രീകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെയ്തത് സമ്പത്ത് കൊണ്ട് സുവിശേഷ വേല ചെയ്തു. നിങ്ങളിൽ പലരും ആ ഒരു കാര്യം ചെയ്തവരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്ര അത് ദൈവത്തിന് കൂടുതൽ പ്രീതികരമാകുവാനും നമ്മൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിച്ചും അധ്വാനിച്ചും നമുക്ക് ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നേറാനായിട്ട് നമുക്ക് ഈ ഒരു കൂട്ടായ്മ പ്രചോദനം നൽകട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും, നിങ്ങൾ കാരിസ്വാന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കാരിസ്വാൻ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദിവസേന ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചു പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന തുടരും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളിലെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി അൾത്താരയിൽ ചേർത്ത് വയ്ക്കാം. തിരുസഭയെ നയിക്കുന്ന മേലധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനെയും ജസ്റ്റിൻ മെത്രാനെയും എല്ലാ വൈദികരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ, എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അനയിക്കുവാനായിട്ടുള്ള അവരുടെ ദൗത്യം അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും നമ്മളെ ഓരോ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ പലപ്പോഴും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, വഴിപെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ ഒത്തിരിയേറെ ആളുകൾ നമ്മളെ സഹായിക്കാൻ കടന്നു വന്നവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി അവരുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന സ്വർഗീയ കുടുംബങ്ങളായിട്ട് മാറുവാൻ, ഭിന്നതകളും കലഹങ്ങളും ഒക്കെ മാറ്റി ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ജീവിക്കുന്ന സ്വർഗീയ ഭവനങ്ങളായി ഞങ്ങൾ കുടുംബങ്ങളിൽ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായി ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കർത്താവേ, നിൻ്റെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, വചനത്തിൽ നീ പറഞ്ഞതുപോലെ സൗഖ്യം നൽകുന്നവനാണ് നീ. വചനമയച്ച് നീ സൗഖ്യം നൽകും. ഈശോയെ, അവരുടെ സഹനങ്ങളിൽ വലിയ ആശ്വാസമായി, സ്വാന്തനമായി, സൗഖ്യമായി നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ജോലി മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒത്തിരിയേറെ കടബാധ്യതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഇന്ന ദിവസം ഈ ആലയത്തിൽ വരുവാനും ഈശോയെ നിൻ്റെ കൂടെയായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ആലയത്തിലൂടെ ലോകം മുഴുവനിലും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെയും ഭാഗവാക്കാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മളിന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിൽ സൂക്ഷിച്ച ആ ഒരു പ്രാർത്ഥനാ നിയോഗം കുടുംബത്തിൻ്റെതായിരിക്കാം, വ്യക്തിപരമായതായിരിക്കാം, ആത്മീയമായി വളരുന്നതിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുശീലത്തിൽ നിന്നുള്ള വലിയൊരു വിടുതലായിരിക്കും. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ സൗഖ്യം നൽകണമേ, നിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കാം. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ,
ആരാധ്യമാകും തിരുസന്നിധേ ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധേ അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താര, നിന്നാമം പൂജിതമായിടണം. വരണം രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ള പാറിയുമായിടണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്ന് ഞങ്ങൾക്ക് നൽകുമാറായിടണം. ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടെ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ വലിയുന്നു. നാഥൻ സ്വന്തമായി എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു.
തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ നലിയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെൻ ആത്മം നിറയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെൻ ആത്മം നിറയുന്നു. മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ നലിയുന്നു. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിൽ എപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ വ്യാകുല മാതാവേയും കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേ പിതാവേയും സൗമ്യതയുടെ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
കന്യാമറിയമേ സ്വർഗത്തിൻ വാതിലെ ശ്ലീഹർക്കു തായ നീ മർത്യർത്തൻ പുണ്യമേ. കന്യാമറിയമേ സ്വർഗത്തിൻ വാതിലെ ശ്ലീഹർക്കു തായ നീ മർത്യർത്തൻ പുണ്യമേ. സ്നേഹത്തിൻ നിറവിനാൽ വാഴ്ത്തി സ്തുതിക്കുന്നു അമ്മേ മരിയേ കന്യാംബികേ. സ്നേഹത്തിൻ നിറവിനാൽ വാഴ്ത്തി സ്തുതിക്കുന്നു അമ്മേ മരിയേ കന്യാംബികേ. കനിവിൻ്റെ അമ്മേ കൃപയാലെ കാക്കണേ ആവേ മരിയ ആവേ മരിയ. കനിവിൻ്റെ അമ്മേ കൃപയാലെ കാക്കണേ ആവേ